സാധനങ്ങൾക്കൊക്കെ ഇമാരി വില കയറി നിൽക്കുമ്പോഴേ 100 രൂപയ്ക്ക് ഇങ്ങനെ ചിക്കനും കൂട്ടി ഊണ് കൊടുക്കണം, അല്ലെങ്കിൽ 2-3 കഷ്ണം മീൻ വറുത്തതും കൂട്ടി 100 രൂപയ്ക്ക് ഊണ് കൊടുക്കണം. വേറെ ഏതെങ്കിലും സ്ഥലം ഈ MC റോഡിന്റെ സൈഡിലുണ്ടോ? 100 രൂപ ഊണും മീനും ചിക്കനും എല്ലാം. ഒരു മനുഷ്യനെ എത്രയും തിന്നാവോ അത്രയും തിന്നട്ടെ. കഴിച്ചോട്ടെ മോളെ, അന്നമല്ലേ, ഇഷ്ടം പോലെ കഴിക്കട്ടെ. നമുക്കും ഒരു സംതൃപ്തി. അങ്ങനെ കൊടുക്കുകയും ഒരു കഴിക്കുകയും അത് കാണുമ്പോ നന്ദി പറഞ്ഞു പോവുകയും ജീവിതത്തിൽ ലാഭവും നഷ്ടവും നോക്കാതിരിക്കുക, മനുഷ്യത്വം മാത്രം നോക്കുക. ഇതാണ് കുരുവി ചേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. അത് ഇങ്ങനെ എണ്ണയിലിട്ടിട്ടൊന്നല്ല, ഇങ്ങനെ ചെറിയ തീയിൽ ഇതിൽ കിടന്നങ്ങ് ആവും. പക്ഷെ ഭയങ്കര സ്വാദാട്ടോ. ആ മസാലയൊക്കെ അതിൽ നിന്ന് അങ്ങനെ തന്നെ പിടിച്ചിരിക്കും. കുറേ സമയം എടുക്കും, പക്ഷെ അടിപൊളി സ്വാദാ. ഇനിയിപ്പം മീൻ വറക്കാനുള്ളതിന്റെ പരിപാടിയാണ്. ഇവിടുന്ന് നല്ല നെയ്മത്തിയാണ് കിട്ടിയിട്ടുള്ളത്, ഇവിടത്തെ ചാള. ഇനി നമ്മളിതേ ഈ മീൻ ഈ വാഴയിൽ വെച്ച് അടച്ചു വെക്കും. ഇവിടെ കിടന്നിട്ടാണ് അത് വേവ്. ചെറിയ തീയിൽ ആ കല്ലില് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ, ഇങ്ങനെ എണ്ണയിൽ മുങ്ങി കിടന്നിട്ടല്ല. എന്നിട്ട് വാഴയിലയുടെ ഒരു മണവും ആ മത്തി വേവും വെള്ള മണവും പറയണ്ടല്ലോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടാരക്കരയിലാണ്, പനവേലി, നമ്മളെ സ്വന്തം കുരുവിച്ചേച്ചിയുടെ കട. കുരുവിച്ചേച്ചിയുടെ കടയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇപ്പോഴും 2026 എത്തിയിട്ടും 100 രൂപ കൊടുത്താൽ വയറ് നിറച്ച് കഴിക്കാം. മീൻ വറുത്തത് ഉണ്ടാവും, ചിലപ്പോൾ ചിക്കൻ ആവും, എന്നതാണെങ്കിലും അങ്ങനെ കണക്കും കാര്യങ്ങളൊന്നുമില്ല. ആവശ്യം പോലെ കഴിച്ചോ എന്ന് പറയും. അപ്പൊ ഇപ്പോൾ ഇവിടെ വന്ന് കുറേ മനുഷ്യർ കഴിച്ചേച്ചും പോയിട്ടോ. അപ്പൊ പലർക്കും ഞാൻ ആ പൈസ മേടിച്ചത് ഇവിടെ തിരക്ക് വന്നപ്പോൾ പലരുടെയും സംശയം, അവര് കൂടുതൽ പൈസ തരാം. അവർ പറഞ്ഞു ഞങ്ങൾ 2 മീനും കൂടെ എടുത്തു. അപ്പൊ എത്ര എടുത്താലും ചേച്ചി അതേ പറയുള്ളൂ. പിന്നെ മനസ്സറിഞ്ഞു കൊടുക്കുന്ന ചില മനുഷ്യരുണ്ട്, അങ്ങനെയൊക്കെ നിർബന്ധിച്ച്. എന്നാലും ചേച്ചി അത് മേടിക്കാൻ ഒരു താല്പര്യവും ഇല്ലാത്ത ആളാണ്. ചേച്ചി പറയണ ഇത് മതി, നമ്മളെ പ്രാപിച്ച് ആരും പോകരുത്, വയറ് നിറഞ്ഞ് ഇവിടെ നിന്ന് പോകണമെന്നാ. എന്നാലും ഞാൻ ചോദിക്കും, ഗ്യാസിന്റെ വില, അരിയുടെ വില, മീനിന്റെ വില, ഇറച്ചിക്ക് വില എല്ലാം വില. ചേച്ചി ഇപ്പോൾ ഇത് നഷ്ടത്തിലല്ലേ ഓടുന്നതെന്ന് ഞാൻ ചോദിക്കും. പക്ഷെ ചേച്ചിക്ക് ഇത് മതി എന്നുള്ളതാണ്. അങ്ങനെ 2-3 പേര് പൈസ കൂടുതൽ നിർബന്ധിച്ച്, ചേച്ചിനെ നിർബന്ധിച്ച് കൈ പിടിച്ചു വെച്ച് കൊടുത്തേച്ചും പോയി. അല്ലാതെ ചേച്ചി ആര് ചോദിച്ചാലും ആ 100 രൂപയുടെ കണക്കേ പറയുള്ളൂ. ചേച്ചിക്ക് അത് മതി എന്നാണ് പറയാം. ഇവിടുത്തെ വിശേഷം ഞാൻ ഇതിന് മുന്നേ പങ്കുവച്ചിട്ടുണ്ട്, ഒരു 1-1.5 വർഷം മുന്നേ. അപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഇടയ്ക്ക് പോകുമ്പോൾ ഒന്ന് വരണേന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വന്നതാ. കാരണം ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശം ഇതാണ്. ഇത്രയൊക്കെ വില കയറിയിട്ടും ചേച്ചി അതുപോലെ തന്നെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. A to Z ആളൊറ്റയ്ക്കാണ്. നമുക്ക് സങ്കടം തോന്നും. ഞങ്ങൾ 11 മണിക്ക് വന്നത്, അതെ മണി 1:45 കഴിഞ്ഞു. ഇതേവരെ ഒരു സ്ഥലത്താ ചേച്ചി ഇരുന്നിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞ പേരാരോ അറിഞ്ഞിട്ടതാണ്, കുരുവി എന്നും കൂടെ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇന്ന് ഞാനും കൂടെ സഹായിക്കാൻ കൂടിയേക്കുക. കാരണം നമുക്കിവിടെ വരുമ്പോഴേ ഇങ്ങനെ വേറെ ഏതോ കടയിൽ വീഡിയോ എടുക്കാൻ വന്നേക്കണം അങ്ങനെയല്ല. അത് എൻ്റെ വീട്ടിൽ കയറി ചെന്ന മാതിരിയാണ്. എനിക്ക് ഇടയ്ക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ഉള്ള ഒരാളാണ് ചേച്ചി. പിന്നെ ഇടയ്ക്ക് പോകുമ്പോൾ ഇവിടെ ഒന്ന് ഊണ് കഴിക്കാൻ വരും. അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വന്നൊരു സ്ഥലമായിട്ടല്ല, നമ്മളെ വീട് അത്രേ ഉള്ളൂ. ചിക്കൻ്റെ പണി ഏറെക്കുറെ കഴിഞ്ഞു കേട്ടോ. കണ്ട, ശരിക്കും പറഞ്ഞാൽ മസാലയൊക്കെ പുരട്ടി ഉപ്പൊക്കെ പുരട്ടി പ്രഷർ കുക്കറിൽ ഒന്ന് ആവി കയറ്റി എടുത്തതാണ്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടും. ഏകദേശം ആയി വരുന്നു. കണ്ട, ഇറച്ചിയിൽ നിന്നുള്ള എണ്ണയൊക്കെ ഊർന്ന് വരുന്നുണ്ട. നെയ്യുള്ള കോഴിയാണ്. അതേ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റെഡി ആയിട്ടാ. സത്യം പറയാലോ, ഇതിങ്ങനെ കോരുമ്പെള്ള മണടിച്ച റോട്ടി കൂടെ പോകുന്ന ഒരു വണ്ടി നിർത്തിയിട്ടും ചിലപ്പോൾ കഴിക്കാൻ കയറും. ഏകദേശം എല്ലാവരും എന്തേ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് സാമ്പാറിന്റെ അവസാനവട്ട പണികളാണ് ഈ നടക്കുന്നത്. ഇനിയിപ്പം മീൻ വറക്കാനുള്ളതിന്റെ പരിപാടിയാണ്. ഇവിടുന്ന് നല്ല നെയ്മത്തിയാണ് കിട്ടിയിട്ടുള്ളത്, ഇവിടത്തെ ചാള. ഇതിലും ചേച്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കും അല്ലേ? നല്ല വെളുത്തുള്ളി ചേർക്കണം. ഇപ്പൊ ഗ്യാസിന്റെ കുഴപ്പങ്ങളൊന്നും വരൂല. എണ്ണ കുറച്ചിട്ട് നല്ല ആവിയില് നല്ല അങ്ങോട്ട് പോയി. ഇപ്പൊ എല്ലാവർക്കും അസുഖമല്ലേ മോളെ? അതെ, എണ്ണയും ഉപ്പും തേങ്ങയും എല്ലാം കുറയ്ക്കണം. കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ എന്നൊക്കെ പറയാം. അസുഖക്കാരാണ്. 50 വയസ്സ് ആവണ്ട. പറയാൻ എനിക്കിതൊന്നുമില്ല, ദൈവത്തിന്റെ അനുഗ്രഹം. ഓടിച്ചാടി ജോലി ചെയ്യുന്നോണ്ടായിരിക്കും. അതെ, ശ്രമം ഇല്ലാതെ പണിയെടുക്കല്ലേ. അപ്പൊ ഊണിനൊന്നും വില കൂട്ടിയിട്ടില്ല. എത്ര രൂപയ്ക്കാ കൊടുക്കണേ? 100 രൂപ ഊണും മീനും ചിക്കനും എല്ലാം. ഒരു മനുഷ്യനെ എത്രയും തിന്നാവോ അത്രയും തിന്നട്ടെ. എന്നിട്ട് ഇത് എങ്ങനെയാ മുതലാക്കണേ? എന്തെന്നാ ഇതിന് വേറെ ലാഭം? ഒന്നുമില്ല. നമുക്കൊരു കൊച്ചൊരു എല്ലാരെയും ഒരു സഹായിക്കുന്ന പോലെ. ഇതിന് ഹോട്ടൽ എന്നല്ല, ഇത് വരെ സേവനം എന്നും പറയേണ്ടി വരും. സേവനം കൂടെ ആവട്ടെ മോളെ, എന്നാലേ. എന്നിട്ട് വരുന്ന ആളുകൾ ചോദിക്കില്ലേ ചേച്ചിയുടെ അടുത്ത്, ഇതെങ്ങനെയാ മുതലാവണേ, അല്ലെ ഇത്രയും പൈസ? ഓരോരുത്തരൊക്കെ തോനെ തന്നിട്ട് പോന്നേ വരും. പിന്നെ മേടിക്കാതിരുന്നാ അവർക്കും വിഷമം. കഴിച്ചോട്ടെ മോളെ, അന്നമല്ലേ, ഇഷ്ടം പോലെ കഴിക്കട്ടെ. നമുക്കും ഒരു സംതൃപ്തി. അങ്ങനെ കൊടുക്കുകയും ഒരു കഴിക്കുകയും
അത് കാണുമ്പോൾ നന്ദി പറഞ്ഞു പോവുകയും. അതെ, അവര് പൈസയൊക്കെ തന്നിട്ട് പോകുമ്പോ എന്തൊരു സന്തോഷത്തിലാ പോകുന്നല്ലേ. 100 രൂപയേ ഉള്ളൂ. വീണ്ടും വേണ്ടാന്നൊക്കെ ചേച്ചി പറയുമ്പോ അവരുടെ മുഖത്തുള്ള ഒരു വീണ്ടും വരുകയും ചെയ്യും. അങ്ങനെയുള്ള 4-5 വട്ടമൊക്കെ ചാളയോ മത്തിയോ എന്തോ ചിക്കനോ എന്തോ തിന്നട്ടെ, ആ 100 രൂപയെ ഉള്ളെന്ന് പറയുമ്പോ അയ്യോ ഞങ്ങൾ 2 വട്ടം മേടിച്ചു 3 വട്ടം മേടിച്ചു, വേണ്ടാന്ന് പറയുമ്പോ അവരുടെ ആ ഒരു ഇനിയും വരും. എപ്പോഴെങ്കിലും ഇതൊക്കെ കണക്ക് കൂട്ടി നോക്കിയിട്ടുണ്ടാ? നഷ്ടമാണോ ലാഭമാണോ? ലാഭവും നഷ്ടവും നോക്കാറില്ല. നമ്മളൊരു സേവനം പോലെ ചെയ്യുക, അതുകൊണ്ട് ഞാനും ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ എടുക്കണത് 1.5 കൊല്ലം മുമ്പ്. അന്നുള്ളതിന്റെ ഒക്കെ വിലയൊക്കെ എന്ത് മാറി, ഇറച്ചിക്ക് പോലും അല്ലേ, ചിക്കനൊക്കെ നല്ല വില കൂടി, വില കൂടി. കൂടട്ടെ, സംതൃപ്തി, മനുഷ്യന്റെ മുഖത്തെ സന്തോഷം എനിക്ക് അത് കണ്ടാ മതി. എന്നെ ദൈവം അങ്ങ് ഉയർത്തിക്കോളും. ഒരു 12 മണിയാവും, 2:30 ആകുമ്പോ തീരും, എല്ലാം തീരും. അവനവനെ വിളമ്പി കഴിക്കുന്നേ. അന്നേരം നമ്മളൊക്കെ നിറഞ്ഞില്ലെന്നും പറയണ്ട, നിറഞ്ഞ് തോനെ ആയെന്നും പറയണ്ട, എല്ലാം അവരുടെ ഇഷ്ടത്തിന്. അപ്പൊ അവര് ഇല അങ്ങ് കൊടുത്താൽ അവർ വന്ന് വിളമ്പി, അതുകൊണ്ട് തന്നെ ഫ്രൈ ആയാലും അവരുടെ ഇഷ്ടത്തിന് ഞങ്ങൾ കൊണ്ടുവച്ച് കൊടുക്കും അല്ലേ, ഇഷ്ടം പോലെ നിന്നോട്ട്. പക്ഷെ പ്രാർത്ഥിച്ചോണ്ട് പോണം, ഞാൻ അതേ പറയും, പ്രാർത്ഥിക്കുക. കാരണം 54 വയസ്സായി, നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. എന്നാലും പ്രാർത്ഥിക്കുമ്പം നമ്മൾ ആ എനർജി നമുക്ക് കിട്ടും. പ്രാവിക്കൊണ്ട് പോകാതിരുന്നാൽ മതി. അതാരും പ്രാവും ഇങ്ങനെ കൊടുത്ത ആരെങ്കിലും പ്രാവാൻ തോന്നുവോ? വീണ്ടും വീണ്ടും വരണം എന്നല്ലേ വിചാരിക്കുള്ളൂ. അങ്ങനെ എന്റെ കുഞ്ഞുങ്ങളെല്ലാം വരുന്നുണ്ടോ, ഓടിക്കൊണ്ട് 2 മണിക്കകം ഓടി വരും, ചേച്ചിയെ ഉണ്ടോ എന്ന് ചോദിച്ചു. അത് തന്നെ, കറി തീർന്നെന്ന് പറഞ്ഞപ്പോ ഉള്ളത് മതി എന്ന്. അതൊക്കെ ഏത് ഹോട്ടലിൽ പോയിട്ട് ആരാ പറയാ, ഉള്ളത് മതി എന്നേലും കൂട്ടി തന്നാ മതി എന്ന് പറഞ്ഞ അവരുടെ അമ്മേനെ അന്വേഷിച്ചു തന്നെ പോലെ വരുന്ന കണ്ട. അവര് തന്നെ കണ്ടില്ലേ, പാഴ്സൽ കെട്ടുന്നു, വിളമ്പിക്കൊണ്ട് കഴിക്കുന്നു. അങ്ങനെ എങ്ങും ആരും സമ്മതിക്കൂല. പക്ഷെ എന്നെ ഒരു അമ്മയെ പോലെ കണ്ട്, അല്ലെ ഒരു സഹോദരിയെ പോലെ കണ്ട് അവർ ഓടി വരുവാ. ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോ കുറെ ആളുകൾ വന്ന് കമന്റ് ഇട്ടു, ഇങ്ങനെയൊന്നും ഒരിടത്തും കൊടുക്കൂല, ഞാൻ ചുമ്മാ കള്ളം പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കഴിച്ചു നോക്കെന്ന് പറഞ്ഞു. ഒരു വട്ടം വരുന്നവർ വരും, എനിക്കത് ഉറപ്പാ. നമുക്ക് കള്ളം പറഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം, നമ്മളെ മുഖം കറുത്തോ അല്ലെ ഇത്തിരി എടുത്തോ ഒന്നുമില്ല, മക്കളെ കഴിച്ചോടാ എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങൾ തന്നെ വിളമ്പണം. ആദ്യം വരുന്നവരാന്നേ, പിന്നെ രണ്ടാമത് വരുമ്പോഴേ അവർ ഓടിപ്പോയി ഇലയെടുക്കുന്നു, അടുക്കള കയറി ഓരോന്ന് കൊണ്ടുവരുന്നു, തിന്നുന്നു, പോകുന്നു. ഇവിടെ അങ്ങനെ ചോദ്യം പറച്ചിലും നിറയാതെ പോവല്ലേ, നിറയാതെ പോവല്ലേ എന്നൊരു വാക്കേ ഞാൻ പറയും. ഞായറാഴ്ച ഇല്ലല്ലോ, ഞായറാഴ്ച ഒരു ദിവസം വിശ്രമം. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ നല്ലത്, നമ്മുടെ മക്കൾക്ക് നല്ലത് കൊടുക്കണമെന്നെല്ലാം ആഗ്രഹിക്കും. അതുകൊണ്ട് ഞാനും ആഗ്രഹിക്കും. അപ്പോഴുള്ള പച്ചക്കറി, അപ്പോഴുള്ള മീന്, ചിക്കന് ഇല്ല, തലേന്ന് മേടിച്ചൊരു പരിപാടി വരും. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ഒരുപാട് പേര് വരട്ടെ എന്റെ ചേച്ചിന്ന് അന്വേഷിച്ച് വരും, എനിക്ക് ഉറപ്പാ. കാരണം വരാത്തവര് ഇങ്ങനെ ഇരുന്ന് അഭിപ്രായം പറയും, പക്ഷെ അവർ ഒരു വട്ടമെങ്കിലും വരണം, എന്നാലേ മനസ്സിലാവും. അപ്പൊ ഇവിടെ ചോറും കറിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വിളമ്പെടുക്കണം. കാരണം ചേച്ചിക്ക് എല്ലാത്തിനും കൂടി നേരമല്ല, ഒറ്റ ആള് കിടന്ന് ഓടുകയല്ലേ, അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് വിളമ്പി കഴിക്കാം. സാലഡ്, നമ്മുടെ കൊടപ്പനുണ്ടല്ലോ, കൊടപ്പനും വൻപയറും കൂടെയുള്ള തോരൻ, ഇതൊരു കിഴങ്ങ് മസാലക്കറി, അവിയൽ ഇച്ചിരി കുഴഞ്ഞു പോയിട്ടുണ്ട്, ചിക്കൻ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ 100 രൂപയുടെ ഊണാണ്. ഈ ചിക്കനും കൂടെ ചേർത്തിന് ഒഴിക്കാൻ 3 കൂട്ടവും കൂടി ഉണ്ട്. അപ്പോൾ ഈ ചിക്കൻ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 80 രൂപയ്ക്ക് ഊണ് കിട്ടും. ചിക്കൻ അപ്പോൾ 20 രൂപയുള്ളൂ എന്ന് ചുരുക്കാം. ഇനിയിപ്പോൾ ചിക്കന് പകരം മീൻ വറുത്തത് വേണമെങ്കിൽ ഇതുപോലെ 2 കഷ്ണം മീൻ വറുത്തത് ചേച്ചി തരും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അത് നമ്മളെ ഇഷ്ടം പോലെ. അപ്പോഴും 100 രൂപ തന്നെയാണ്. അപ്പോൾ ചിക്കൻ അല്ലെങ്കിൽ മീൻ ഏതെങ്കിലും ഒരു കൂട്ടം ഊണിൻ്റെ കൂടെ കാണും. അപ്പോൾ നമുക്ക് ഇച്ചിരി മീൻ ചാറ് ഒഴിച്ച് ഉണ്ണാം. ചേച്ചിയുടെ മീൻ കറിയും ചിക്കനും മീൻ വറുത്തതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന മീൻകൂട്ടൻ. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ വേറെ ഒന്നും ഞാൻ ഒഴിക്കാൻ മേടിക്കാറില്ല. പറന്ന് നടന്നാണ് പണി ചെയ്യുന്നത്. കാരണം വിളമ്പണം. ആളുകൾ ഇങ്ങനെ തിരക്ക് വരുമ്പോൾ പൈസയൊക്കെ ചിലപ്പോൾ അടിച്ചിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. പൈസ മേടിക്കണം, ചിലർ ഗൂഗിൾ പേ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് ആയിരിക്കും, അത് മേടിക്കണം. ഇവർക്ക് ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ചേച്ചി എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാം കൂടെ ആ ടേബിളിൽ കൊണ്ടുവയ്ക്കും, ആവശ്യത്തിന് കഴിച്ചോ. മീൻ വറുത്തൊക്കെ ചില ആളുകൾ എത്രയോ കഴിച്ചു കൂട്ടോ. കാരണം ഒന്നും ചേച്ചി അങ്ങനെ കണക്ക് സൂക്ഷിക്കും, അങ്ങനെ ഒന്നുമില്ല. കഴിക്കണവർ കുറച്ച് കഴിക്കട്ടെ ഒന്നുമില്ല. അന്നും ഞാൻ പറഞ്ഞിട്ട് പോയി ഇത് നഷ്ടം വരുന്ന കേസാണ് എന്നൊക്കെ. കേൾക്കൂല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരൊറ്റയാൾ പോരാട്ടം ഇങ്ങനെ നടത്തുകയാണ്. ഇതിൻ്റെ ബോർഡെല്ലാം ഫ്രണ്ടിൽ കൊണ്ട് വെക്കണതും ഒന്നേന്ന് ഈ സാധനങ്ങളെല്ലാം
മേടിച്ച് കൊണ്ടുവന്ന് എല്ലാ പണികളും. എന്നാ അവിടെ അടുത്തൊന്നല്ല താമസിക്കണേ, അങ്ങ് കൊല്ലത്ത് കുറച്ച് ദൂരെയാ. അവിടെ നിന്ന് രാവിലെ വണ്ടി ഓടിച്ച് ഇവിടെ വരണം, ഒക്കെ വെച്ച് പറക്കി എടുക്കണം. നല്ല കഷ്ടപ്പാടുണ്ട്. ഞാനിപ്പോൾ എത്രാമത്തെ വട്ടാ വരുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ വരുമ്പോൾ കാണുന്നതാ കിടന്നുള്ള ഈ ഓട്ടം. പിന്നെ വരുന്ന നല്ല മനുഷ്യരുണ്ട് ചിലർ, അവർ വിളമ്പാൻ കൂടും, പാഴ്സല് പൊതിയാൻ കൂടും, കുറച്ച് ക്ഷമ കാണിക്കും. ഇപ്പോൾ വന്ന് വെപ്രാളം പിടിച്ച് പെട്ടെന്ന് എടുക്കുന്നൊന്നും പറയുമ്പോൾ ഒന്നും നടക്കൂല. ചേച്ചി ഒരാളെ കൊണ്ട് നടക്കുന്നതിനൊരു ലിമിറ്റില്ലേ? ഇത്രയും കറികൾ വെച്ചിട്ടുണ്ടാക്കണ്ടേ, ഇതൊക്കെ ഓരോരുത്തരും അതിൽ വിളമ്പി എത്തിക്കണ്ടേ. അങ്ങനെ ക്ഷമയുള്ളവർ കൂടിയൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇവിടെ വന്ന എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഇതിപ്പോൾ ഞാൻ 11 മണിക്ക് ഞാൻ വന്നതാണ്. ഇപ്പം ഞാൻ 2:15 ഊണ് കഴിക്കണം. അപ്പോൾ ഇത്രയും സമയം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ക്യാഷ് മേടിക്കാനും മീൻ വറുത്ത് തീർത്ത് കൊടുക്കാനും ഒക്കെ ഞാനിന്ന് കൂടി. ഞാനും നമ്മളിവിടെ ക്യാമറ ചെയ്യണവരും എല്ലാവരും അവിടെ സഹായിക്കുമായിരുന്നു ചേച്ചിയുടെ കൂടെ നിന്ന്. അങ്ങനെയും കൂടി നിന്നുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് വരുന്നവർ ഇതുപോലെ സഹായിച്ചുകൊണ്ട്. പിന്നെ ഈ പൈസയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു പുറമേ നിന്ന് ഒരാളെ പണിക്ക് നിർത്താൻ ഒക്കുമോ? ചേച്ചിക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണിക്കാശ് പോലും നഷ്ടമാണെന്ന് എനിക്ക് തോന്നണേ. കാരണം 100 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അന്നേരം പിന്നെ പുറമേക്കാരനെയും കൂടി വെച്ച് കഴിഞ്ഞാൽ ശമ്പളവും കൂടെ എങ്ങനെയാണ് നടക്കുക? അതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ഓടുകയാണ് ഇത്ര വർഷങ്ങളായിട്ടുള്ളത്. എന്താ സ്വാദ് ഇതിന്റെ! ഭയങ്കര എരിവോ അല്ലെങ്കിൽ ഭയങ്കര മസാലയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഞാൻ കാണിച്ചു തന്നില്ലേ അത് വറക്കണ രീതിയൊക്കെ. ഇതിലെ മസാലയൊക്കെ പുരട്ടി ഇച്ചിരി വേവിച്ചെടുത്തിട്ട് എന്നിട്ടാണ് ആ ഇതിലേക്ക് കല്ലിലോട്ട് നിരത്തിയിടാം. അങ്ങനെ അതൊരു 1/2 മണിക്കൂറൊക്കെ കിടക്കും. അങ്ങനെ ചെറിയ തീയിൽ കിടന്ന് തിരിച്ചും മറിച്ചും വിട്ടാണ് വേവിച്ചെടുക്കുക. ഇവിടെ മീൻ വറക്കണതും അങ്ങനെ തന്നെ. പ്രത്യേക ഒരു സ്വാദായില്ല. അപ്പോൾ ഇതാ ചൂടോടുകൂടി അടുപ്പത്തുനിന്ന് മീൻ വറുത്തത്. നല്ല നെയ്മത്തിയാണ് ഇന്നത്തെ. ചൂട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയുടെ ഉള്ളിലൂടെ ചിക്കൻ മേടിക്കാം. അപ്പോൾ ചിക്കൻ ആകാവുന്നത് 20 രൂപ. അല്ലെങ്കിൽ 100 രൂപയുടെ ഉള്ളിലൂടെ മീൻ മേടിക്കാം. മീനാണെങ്കിലും 20 രൂപ. 20 രൂപയ്ക്ക് അപ്പോൾ ഇവിടെയെങ്കിലും മീൻ വറുത്തത് ഉണ്ടാവും അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഇന്നലെ ഒരു കടയിൽ ഊണ് കഴിക്കാൻ കയറി. വീഡിയോ എടുക്കാനൊന്നുമല്ല, നമ്മൾ വേറൊരു ഷൂട്ടിന് പോയ സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമായിരുന്നു. അവിടെ ഊണ് മാത്രം 120 രൂപ, മീൻ വറുത്തതും കൂടെ ചേർത്താണെങ്കിൽ 170 രൂപ. ഞാൻ ഇങ്ങനെ തലക്കിളി ഇങ്ങനെ ഇരുന്നു. വിലയുടെ അല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഒരു സാധാരണ ഇതുപോലെയുള്ള ഒരു സാധാരണ കടയിൽ മീൻ വറുത്തത് എന്ന് പറയുമ്പോൾ 2 കോഴിയാളെ കഷ്ണമായിരുന്നു ഇതിലും ചെറുത്. അപ്പം അങ്ങനെ മീൻ വറുത്തതും കൂടെ ചേർത്തിട്ടുള്ള ഊണ് ആണ് അവർ ഈ പറഞ്ഞത് 170 രൂപ. എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യർക്ക് ഒരു മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ പറ്റും? എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്ത് അവിടെ കഴിക്കാൻ ആളൊക്കെ ഉണ്ട്, അത്യാവശ്യം ആളുണ്ട്. കാരണം ഭയങ്കര സൂപ്പർ എന്നല്ല, ഒരു നമ്മുടെയൊക്കെ ഒരു നാടൻ അങ്ങനത്തെ ഒരു സാധനം തന്നെ. പക്ഷെ അങ്ങനെ ഞാൻ വിചാരിച്ചു പോയി, ഇത്രയും പൈസയൊക്കെ ആയോ? അപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ അതാ നോക്കുക, മീൻ വേണമെങ്കിൽ മീൻ, ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ, ഇനിയിപ്പോൾ എന്തെടുത്താലും 100 രൂപ മതി എന്ന് പറയുന്ന ഒരാളും ഇതുപോലെ ഇവിടെ കിട്ടും. ഇതാ ഒരു മസാല. ഇവിടെ മീൻ വറുത്തത് മേടിച്ചിട്ടേ ഞങ്ങൾ, അതായത് ഒരു 12 ഫസ്റ്റ് ഊണ് കഴിക്കാൻ വന്നവരെ അവര് ആദ്യം 2 മീൻ മേടിച്ചു. അപ്പോൾ ഈ മീൻ ഇങ്ങനെ, എനിക്കിങ്ങനെ മൊരിയാത്ത മീൻ ഇഷ്ടമല്ല. ഇതിങ്ങനെ മൊരിയൂല, കാരണം ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഉണ്ടായി വരികയാണ് അതിനകത്ത്, നെയ്ച്ചാട ആയതുകൊണ്ടേ. അപ്പോൾ എനിക്കപ്പോൾ ഞാൻ വെച്ചിട്ട് എന്തില്ലായിരിക്കും, ഞാനാണ് എടുത്തോണ്ട് കൊടുക്കണം. ഇനി എന്നെയും കൂടി ചീത്ത വിളിക്കാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കി അവർ കഴിക്കണതാണ്. അപ്പോൾ വേവായികയല്ല, ഈ നെയ്യ് ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവർ 2 പേരും, ഒരു ഭാര്യയും ഭർത്താവും 2 പേരും മീൻ മേടിച്ചു, ഊണിൻ്റെ കൂടെയുള്ളത് മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് ചോദിച്ചിട്ട് പറഞ്ഞാൽ മീൻ കുറച്ച് തരുമെന്ന് ചോദിച്ചു. മീൻ കൊടുത്തു. പിന്നെയും ചോദിച്ചു. അപ്പോൾ വീണ്ടും കൊടുത്തു കേട്ടോ. ചേച്ചി പറഞ്ഞു എത്രയാന്ന് വെച്ചാൽ കൊടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊടുത്തു. പക്ഷെ അവർ വിചാരിച്ചത് അത്രയും മീനൊക്കെ മേടിക്കുമ്പോൾ ചേച്ചി കുറേ പൈസ മേടിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ ഇതുപോലെ പൈസ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചേച്ചിക്ക് പൈസ കൊടുത്തിട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചതാണ് ചേച്ചി ഇങ്ങനെ ഇരുന്നോണ്ടേ. പക്ഷെ അങ്ങനല്ല, ഭയങ്കര സ്വാദാണ്. ഇതിങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. അത് ഈ നമുക്ക് കണ്ടു കഴിയുമ്പോൾ വേവാത്ത പോലെ ഇരിക്കും, പക്ഷെ ഭയങ്കര സ്വാദാ. അങ്ങനെ ഇന്നത്തെ ഊണിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചേച്ചി ഇതേ ബോർഡ് തിരിച്ചെടുക്കാൻ പോയേക്കും കേട്ടോ. സമയം 3:15. ഞാൻ ബോർഡ് എടുത്തു. ഇനി ആരും വരൂലല്ലോ അല്ലേ? ബോർഡ് കണ്ടാലല്ലേ നിർത്തോളൂ. ഇത് ചേച്ചി തന്നെ കൃഷി ചെയ്ത ചേച്ചിയുടെ വാഴക്കൊലകള്. ഇതിന്റെ ഇടയിൽ എപ്പോഴാ ചേച്ചി ഇതിനും കൂടെ നേരം കിട്ടണേ? അരി അടുപ്പിട്ടിട്ട് ഇങ്ങ് വരുമല്ലേ? കണ്ടാ, എനിക്ക് പേരക്കൊക്കെ പറിച്ചു തന്നതാ. ചേച്ചി കൃഷി ചെയ്ത റോബസ്റ്റ് അല്ലേ? റോബസ്റ്റ. അപ്പൊ ഇനി ഇങ്ങോട്ട് 2-3 എണ്ണം കൂടി ഉണ്ട് അല്ലേ? ഇതിപ്പോ മൂത്തില്ലേ ചേച്ചി? ഇല്ല, മൂത്തില്ല. ഓണത്തിനാവുമായിരിക്കും അല്ലേ?
ഈ പണിയുടെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി ഇങ്ങ് വരും. ആ എല്ലാം റോബസ്റ്റിയാ. ഇത് ഏത്തനാണോ? ഇല്ല റോബസ്റ്റിയാ. കൃഷിക്കാരെത്തി. നമുക്ക് ഇനി നല്ല ഫുഡ് വെക്കും. ഞങ്ങൾ നല്ല കൃഷിപ്പണിയും ചെയ്യും അല്ലേ? ഒരു പകുതി പരിവായി. ഇതിന്റെ കൊടപ്പൻ ഉലർത്താൻ പറ്റൂലല്ലോ, ഇതിന്റെ കൂമ്പ് ഉലർത്താൻ പറ്റൂലല്ലോ, കയ്പ് വരും. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് കടയും പൂട്ടി. ഞങ്ങൾ വന്നപ്പോ ഈ ഗ്രില്ല് തുറന്നിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ വിളിച്ച് തുറന്നകത്ത് കയറിയതാ. ഇപ്പൊ കടയും പൂട്ടി ഇറങ്ങി. ഇനി ചേച്ചി ഇനി ഒതുക്കാനുണ്ട് അല്ലേ? അടുക്കള ഒതുക്കാനുണ്ട്. അത് ഇനി ചേച്ചി പോവുക. അപ്പൊ ഞാനും പോവാ. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നും അറിയാനില്ല. പനവേലി. വേറെ എന്തോന്ന് വെച്ചാൽ ഇതിനൊരു ലാൻഡ് മാർക്ക് പറയുന്നത് ഇവിടെ ഒരു പള്ളി ഉണ്ട് അല്ലേ? പള്ളി എത്തണേന് തൊട്ട് മുന്നേ ആയിട്ട് MC റോഡിന്റെ സൈഡിൽ തന്നെ, റോഡിൽ നിന്ന് തന്നെ ചേച്ചിയുടെ ബോർഡ് ഒരു 12 മണി മുതൽ ഇവിടെ ഉണ്ടാവും. കുരുവീസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് കുരുവി കൃഷ്ണ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിഞ്ഞിട്ട പേരാണ്. കാരണം ചേച്ചി ഇങ്ങനെ പാറി പറന്ന് നടന്നിട്ടാണ് ചെയ്യുക. കാരണം ഒരു സ്ഥലത്ത് അരിയുമായിരിക്കും, ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോൾ ചേച്ചി ചോറ് വിളമ്പുമായിരിക്കും. അരമണിക്കൂറിലെല്ലാം റെഡിയാക്കി അങ്ങനെയാ. അപ്പൊ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ പറ്റിക്കാൻ വേണ്ടി ഇവിടെ വന്ന് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമെന്ന് പറയട്ടെ. എനിക്ക് എന്താ കാര്യം? നിങ്ങൾ വന്ന് കഴിക്കുമ്പോൾ അത് കിട്ടണ്ടേ? ആ ഉറപ്പുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതിനു മുമ്പും പറഞ്ഞു, കഴിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടെ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു. അവരിപ്പോഴും ഇവിടെ കഴിക്കാൻ വരുന്നുണ്ട്. 1.5 വർഷം മുമ്പാണ് ഞാൻ വീഡിയോ ഇട്ടത്. അവരിന്നും ഇവിടെ കഴിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.